والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വളരെ പ്രിയം നിറഞ്ഞ ഖുർആൻ പഠിതാക്കളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹവും അവൻ്റെ സ്നേഹവും നമുക്കെല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആദ്യമായി പ്രാർത്ഥിക്കാം. വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ബഖറയിലെ 178, 179 ആയത്താണ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാനുള്ളത്. പ്രതിക്രിയയുമായി ബന്ധപ്പെട്ട രണ്ടായത്തുകളാണ്. ഒരാളൊരു കൊല ചെയ്താൽ ഇസ്ലാമികമായി ആ കൊലപാതകിക്ക് നൽകേണ്ട ശിക്ഷ എന്താണ്, പിന്നെ ആ കൊലപാതകിക്ക് ശിക്ഷ കൊടുക്കാതെ മാപ്പ് കൊടുക്കുന്ന രീതി എങ്ങനെയൊക്കെയാണ്, അതേപോലെ തന്നെ ഒരാളൊരാളെ കൊലപ്പെടുത്തി അങ്ങനെ കൊലയാളിയെ ആരാണ് ശിക്ഷിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊക്കെ ഇസ്ലാം എന്തു പറയുന്നു, അതാണ് നമുക്ക് ഇന്ന് ഇൻഷാ അല്ലാഹ് രണ്ടായത്തിലൂടെ മനസ്സിലാക്കാനുള്ളത്. നമ്മൾ ആദ്യം രണ്ടായത്തിന്റെ അർത്ഥം പറയും, അതിൻ്റെ ഒരു ചുരുങ്ങിയ തഫ്സീർ പറയും. മൂന്നാമതായി അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് നാം സൂചിപ്പിക്കുകയും ചെയ്യും. ഈ ആയത്ത് തുടങ്ങുന്നത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസാ ബിൽ ഉൻസാ ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ശൈഉൻ ഫത്തിബാഉൻ ബിൽ മഅറൂഫ് വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ ദാലിക തഖ്ഫീഫും മിൻ റബ്ബിക്കും വറഹ്മ ഫമൻ ഇഅ്തദാ ബഅദ ദാലിക ഫലഹു അദാബുൻ അലീം വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ് ലഅല്ലക്കും തത്തഖൂൻ. ആയത്ത് ആരംഭിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ്. 179 ആയത്ത് അവസാനിക്കുന്നത് തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിച്ചേക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഈമാനിന്റെയും തഖ്വയുടെയും ഇടയിൽ നിൽക്കുന്ന ചില വിഷയങ്ങളെ സംബന്ധിച്ചാണ് ഈ ആയത്തിൽ പരാമർശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു മുസ്ലിം ഈ തഖ്വയുടെ വിഷയത്തിൽ, പ്രത്യേകിച്ച് ഈ ഒരു പ്രതിക്രിയയുടെ വിഷയത്തിൽ തഖ്വയോടുകൂടി എങ്ങനെ പ്രതികരിക്കണം എന്നതിനെ സംബന്ധിച്ച് പറയുന്ന ചില സംഭവങ്ങളാണ്. അതാണ് ഞാൻ ആദ്യം പറയുന്നത്. ഈമാൻ ഉള്ളവര് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ട് ആ വിഷയം അവസാനിപ്പിക്കുന്നത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചവരായേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് ആയത്തിലേക്ക് കടക്കാം. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ച ആളുകളെ, കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല, കുതിബ അലൈക്കും, നിങ്ങൾക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അൽ ഖിസാസ്, ഖിസാസ് എന്ന് പറയുന്നത് പ്രതിക്രിയ നടത്തൽ. ഒരാളൊരാളെ കൊന്നാൽ തിരിച്ച് കൊല്ലുക, പ്രതിക്രിയ നടത്തൽ. ഫിൽ ഖത്ല, ഏത് വിഷയത്തിലാണ്? ഫിൽ ഖത്ല, വധിക്കപ്പെട്ട വിഷയത്തിലാണ്. അൽ ഹുർറു ബിൽ ഹുർരി, സ്വതന്ത്രന് പകരമായിട്ട്. വൽ അബ്ദു ബിൽ അബ്ദി, അടിമക്ക് പകരമായി. വൽ ഉൻസ ബിൽ ഉൻസ, സ്ത്രീയും സ്ത്രീക്ക് പകരമായി. ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ശൈഉൻ, ഫമൻ, അപ്പോൾ ആരെങ്കിലും, വല്ലവനും, ഉഫിയ, അവന് മാപ്പു ചെയ്യപ്പെട്ടുവെങ്കിൽ, മിൻ അഖീഹി, തൻ്റെ സഹോദരനിൽ നിന്നും, ഷൈഉൻ, എന്തെങ്കിലും ഒരു വസ്തു, ഫത്തിബാഉൻ, എന്നാൽ പിൻപറ്റൽ, തുടരൽ, ബിൽ മഅറൂഫി, സദാചാര പ്രകാരം അല്ലെങ്കിൽ മര്യാദ അനുസരിച്ച്, വഅദാഉൻ, കൊടുത്തുവീട്ടലും, ഇലൈഹി, അവനിലേക്ക്, ബിഇഹ്സാൻ, നന്മ ചെയ്തുകൊണ്ട്, ദാലിക, അത്, തഖ്ഫീഫുൻ, ലഘൂകരണമാണ്, മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്ന്, വറഹ്മ,
കാരുണ്യവുമാണ്. ഇതാണ് വാക്കിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ആ ആയത്ത് പറയുമ്പോൾ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിസാസ് ഫിൽ ഖത്ല, ഹേ വിശ്വസിച്ചവരെ, കൊല്ലപ്പെട്ടവരുടെ വിഷയത്തിൽ പ്രതിക്രിയ നടത്തൽ നിങ്ങളുടെ മേൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അൽ ഹുറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസ ബിൽ ഉൻസ, അതായത് സ്വതന്ത്രന് സ്വതന്ത്രനും അടിമക്ക് അടിമയും സ്ത്രീക്ക് സ്ത്രീയും എന്ന നിലക്ക്. ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ, ഇനി ആർക്കെങ്കിലും തന്റെ സഹോദരനിൽ നിന്ന് വല്ലതും മാപ്പ് കിട്ടുന്ന പക്ഷം ഫത്തിബാഉൻ ബിൽ മഅറൂഫി വ അദാഉൻ ഇലൈഹി ബിഇഹ്സാൻ, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ മര്യാദ പിൻപറ്റലും നല്ല നിലയിൽ അവന് കൊടുത്തുവിട്ടലുമാണ് വേണ്ടത്. ദാലിക തഖ്ഫീഫും മിൻ റബ്ബിക്കും വറഹ്മ, അത് നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള ഒരു ഇളവ് നൽകലും കാരുണ്യവുമാകുന്നു. ഫമൻ ഇഅ്തദാ ബഅദ ദാലിക ഫലഹു അദാബുൻ അലീം, ഫമൻ എന്നിട്ട് ഒരുത്തൻ ഇഅ്തദാ ഈ പറയുന്നതിൽ നിന്നൊക്കെ അതിര് വിട്ടാൽ, ക്രമം തെറ്റിയാൽ, ബഅദ ദാലിക അതിനുശേഷം, ഫലഹു അപ്പോൾ അവനുണ്ടായിരിക്കും അദാബുൻ അലീം വേദനയേറിയ ശിക്ഷ അവന് ഉണ്ടായിരിക്കും. ഇതാണ് ആയത്തിന്റെ ആ ആയത്തിന്റെ മുഴുവൻ അർത്ഥം. ഇവിടെ നമ്മൾ ഈ ആയത്ത് തുടങ്ങിയിരിക്കുന്നത് കുത്തിബ എന്ന് പറഞ്ഞുകൊണ്ടാണ്. കുത്തിബ എന്ന വാക്കിന് അർത്ഥം ശരിക്കും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നാണ്. അത് കത്തബയിൽ നിന്നുണ്ടാകാൻ, കത്തബ എന്ന് പറയുന്നത് നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് കത്തബ എന്ന വാക്കിനർത്ഥം. നമ്മൾ സാധാരണ കത്തബ എഴുതി എന്നൊക്കെ പറയുമല്ലോ. ഈ എഴുതി എന്ന് പറയുന്നത് ഒന്നിനോട് കൂട്ടിച്ചേർക്കുക, അതായത് അക്ഷരങ്ങളും പദങ്ങളും അന്യോന്യം കൂട്ടിച്ചേർക്കുക, എഴുതുക എന്നൊക്കെയാണ് കത്തബ എന്ന വാക്കിന് അർത്ഥം. നമ്മൾ ആ വാക്കിന്റെ അർത്ഥം പറയാൻ കാരണം, വിശദീകരിക്കാൻ കാരണം, ഇനി പറയുന്ന വിഷയം നമ്മൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പിന്നെ ആയത്തിൽ വന്നിട്ടുള്ള മറ്റൊരു പദമാണ് മഅറൂഫ്. മഅറൂഫ് അറിയപ്പെട്ടത്, പരിചയപ്പെട്ടത്. ഇമാം റാഗിബ് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിന്റെ പദങ്ങളുടെ നിഘണ്ടു, അതിന്റെ ഡിക്ഷണറി എഴുതിയ ആളാണ് ഇമാം റാഗിബ്. അദ്ദേഹത്തിന്റെ അൽ മുഫ്രദാത്ത് എന്ന പ്രസിദ്ധമായ ഖുർആൻ നിഘണ്ടുവിൽ ഈ മഅറൂഫിനെ കുറിച്ച് പറയുന്നത്, നമ്മൾ സാധാരണ ഖുർആനിൽ കേൾക്കുന്ന വാക്കാണ് മഅറൂഫ്, നല്ല നിലയിൽ, അറിയപ്പെട്ട നിലയിൽ നിന്നൊക്കെ നമ്മൾ പലപ്പോഴും വായിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ മഅറൂഫ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ ബുദ്ധി മുഖേനയോ മത നിയമങ്ങൾ മുഖേനയോ നല്ല വഴക്കമായി അറിയപ്പെട്ട എല്ലാ കാര്യത്തിനും മഅറൂഫ് എന്നറിയപ്പെടും. അപ്പോ ബുദ്ധി മുഖേന എല്ലാ മനുഷ്യന്റെയും ബുദ്ധി അംഗീകരിക്കുകയാണ്, അത് നല്ല കാര്യമാണ്. ഉദാഹരണത്തിന് മദ്യം, ലഹരി, വ്യഭിചാരം, അതെല്ലാവരും ഇപ്പൊ ചെയ്യുന്ന ആളുകളും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്, അത് പാടില്ല. കാരണം എല്ലാ മനുഷ്യരുടെയും ബുദ്ധി അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് മദ്യം കഴിക്കാൻ പാടില്ല. ചെയ്യുന്നു ചെയ്യില്ല അത് വേറെ വിഷയമാണ്. പക്ഷെ എല്ലാവരും അംഗീകരിക്കുന്ന, അവരുടെ ബുദ്ധി സമ്മതിക്കുന്ന ഒരു കാര്യമാണ് മദ്യം കഴിക്കാൻ പാടില്ല. അപ്പൊ ഇത് മഅറൂഫായ, അറിയപ്പെട്ടൊരു കാര്യമാണ്. അതാണ് മഅറൂഫായ കാര്യം എന്ന് പറയുന്നത്. ഒന്ന്. രണ്ടാമത്തേത് മത നിയമങ്ങൾ മുഖേന അറിയപ്പെട്ടത്. ഇപ്പോ ആളുകൾ അതൊരു മഅറൂഫായിട്ട് കാണില്ല ചില കാര്യങ്ങൾ. ഇപ്പോ ഈ പലിശ വാങ്ങുക, പലിശയെ ന്യായീകരിക്കുന്ന ആൾക്കാരുണ്ട്. അത് പലിശ വാങ്ങാതെ ഇപ്പൊ എങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കുക എന്നൊക്കെ ചില കോൺസെപ്റ്റ് വെച്ച് പുറത്തുന്ന ആൾക്കാരുണ്ട്. പക്ഷെ മത നിയമം പരിശോധിച്ചു കഴിഞ്ഞാലോ, വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് എന്താണത്? അത് മഅറൂഫ് അല്ല. അത് വിലക്കപ്പെട്ട ഒരു കാര്യമാണ്, അറിയപ്പെട്ട ഒരു കാര്യമല്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പൊ അറിയപ്പെടാത്ത ഒരു കാര്യമാണത്. അത് ആരും അംഗീകരിക്കാത്തൊരു, ആളുകൾ അംഗീകരിച്ചാൽ പോലും മതം അത് അംഗീകരിക്കാത്തൊരു കാര്യമാണ്. ആ മൊത്തത്തില് മനുഷ്യന്റെ ബുദ്ധി അംഗീകരിക്കുന്നതും മത നിയമങ്ങൾ കൊണ്ട് അംഗീകരിക്കപ്പെട്ടതുമായ പൊതുവെ അറിയപ്പെട്ട നല്ല കാര്യങ്ങൾക്കാണ് മഅറൂഫ് എന്ന് പറയുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് മുങ്കറാണ്, അതായത് വെറുക്കപ്പെട്ടത്, സദാചാരത്തിന് എതിരായത്, ആചാരത്തിനെതിരായത്, മര്യാദക്കെതിരായത് എന്നൊക്കെയാണ് മുൻകർ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ രണ്ട് പദം ഈ ആയത്തിൽ പ്രത്യേകം എടുത്തു പറയാൻ കാരണം നമ്മൾ ഇനി പറയുന്ന വിഷയം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇവിടെ എന്താണ് പറയുന്നത്? ഇപ്പോ അല്ലയോ സത്യവിശ്വാസികളെ, പ്രതിക്രിയ നടത്തൽ, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ആരാണോ കൊന്നത് അയാൾ എന്ത് ചെയ്യാം? തിരിച്ച് കൊലപ്പെടുത്തുക. അതാണ് പ്രതിക്രിയ. ക്രിയക്ക് തിരിച്ച് ചെയ്യുക എന്ന അർത്ഥത്തിൽ. അത്
നിങ്ങളുടെ മേൽ ഒരു നിയമമാക്കപ്പെട്ട കാര്യമാണത്. അത് ഇസ്ലാം അംഗീകരിച്ച ഒരു കാര്യമാണ്. വേദഗ്രന്ഥം കൊണ്ട് തെളിവാക്കപ്പെട്ട ഒരു കാര്യമാണ്. അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് അതിലൂടെ പല നന്മകളും പല ഹൈറുകളും കിട്ടും. സമൂഹത്തിൽ കൊലപാതകങ്ങൾ പോലെയുള്ള അക്രമങ്ങൾ തടയപ്പെടാനും അതില്ലാതാകാനും ഒക്കെ ഒരു കാരണമാണ് ഒരാളെ കൊന്നാൽ തിരിച്ചു കൊല്ലുക. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഈ നിയമത്തിന്റെ ആ ഒരു അപര്യാപ്തത കൊണ്ടാണ് ആളുകൾ ഒരു ലാഘവവും ഇല്ലാതെ വളരെ ഈസി ആയിട്ടൊക്കെ ആളുകളെ കൊല്ലും. ഇന്നലെയൊക്കെ ആയിട്ടാണ് വീട്ടിലെ 6-7 പേരിനെയാണ് ഒരു കുട്ടി 20 വയസ്സിൽ താഴെയുള്ള തോന്നുന്നത് വളരെ ഈസി ആയിട്ട് കൊന്നു. അങ്ങനെ എത്രയോ സംഭവം നമ്മൾ വായിക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കൊലപാതകങ്ങൾ വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാട്ടിലെ നിയമം അങ്ങനെ ആയതുകൊണ്ടാണ്. കാരണം ഒരാൾ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ അയാൾക്ക് ഈസി ആയിട്ട് ഊരി പോകാം. ആരും ഒരു വിചാരണ ഉണ്ട്. മാക്സിമം കുറച്ച് വർഷം ജയിലിൽ നല്ല ഭക്ഷണം കഴിച്ച് കിടന്നാൽ പോലും ഈസി ആയിട്ട് പോകാം. അപ്പൊ നമ്മുടെ നിയമം അത്രയും ശക്തമല്ലാത്തത് കൊണ്ടാണ് നാട്ടിലെ ഈ കൊലപാതകങ്ങൾ കൂടുന്നത്. മറിച്ച് നിയമം ശക്തമാണെങ്കിലോ നാട്ടിൽ സമാധാനം ഉണ്ടാവും, ശാന്തി ഉണ്ടാവും, സന്തോഷമുണ്ടാവും. കൊലപാതകത്തിന്റെയും അതിക്രമത്തിന്റെയും ലഹരി മാഫിയ അവരുടെ ചൂതാട്ടവും അഴിഞ്ഞാട്ടവും ഒക്കെ കുറയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത ഒരു വിഷയമാണ്. അപ്പൊ അത് വെച്ചുകൊണ്ടാണ് നാം ഈ വിഷയത്തെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നോക്ക് നിങ്ങൾ, കൊലക്ക് പകരം കൊല എന്നാണ് ഇസ്ലാമിന്റെ ഒരു കോൺസെപ്റ്റ്. ഇത് ഇസ്ലാം പറയുന്ന ഒരു കാര്യം മാത്രമല്ല, മറിച്ച് അറബികൾക്കിടയിലും അതുപോലെ വേദക്കാരിലുമൊക്കെ മുമ്പേ ഉണ്ടായിരുന്ന ഒരു പതിവാണ് ഒരാളെ കൊന്നാൽ തിരിച്ചെന്ത് ചെയ്യുക, കൊലപ്പെടുത്തുക എന്നുള്ളത്. എന്നാൽ ഇസ്ലാം അതിനെ ഒരു നീതിപരമായിട്ടുള്ള മാർഗമാക്കി മാറ്റിയിരിക്കുകയാണ്. നമുക്കിപ്പോ ജാഹിലിയ കാലഘട്ടത്തുള്ള ഈ ഒരു നിയമം പരിശോധിച്ചാൽ നമുക്കവിടെ കാണാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, മേലേക്കിടയിലുള്ള ഒരാളെ താഴേക്കിടയിലുള്ള ഒരാള് കൊലപ്പെടുത്തിയാൽ താഴേക്കിടയിലുള്ള ഒന്നിലധികം പേരെ തിരിച്ചെന്ത് കൊലപ്പെടുത്തും എന്ന് പറഞ്ഞാൽ ഒരു താഴ്ജാതിക്കാരൻ കുടുംബപരമായിട്ടും തറവാടുപരമായിട്ടൊക്കെ താഴെയുള്ള ഒരാള് മേലെയുള്ള ഒരാളെ കൊന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ താഴെയുള്ള ഒരാളെയാണ് വധിക്കേണ്ടത്. പക്ഷെ ജാഹിലിയ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. താഴെയുള്ളവന്റെ കൂട്ടത്തിലുള്ള ഒന്നിലധികം ആളുകളെ കൊലപ്പെടുത്തുന്ന ഒരു രീതി പണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഒരു ഉദാഹരണം, ഒരടിമയാണ് ഘാതകമെങ്കിൽ, ഒരടിമ അവനാണ് ഒരുത്തനെ കൊന്നതെങ്കിൽ ആ അടിമയുടെ യജമാനെ കൊല്ലും. സാധാരണ വേണ്ടത് ഈ അടിമ കൊന്നാൽ അടിമയെയാണ് കൊല്ലേണ്ടത്. പക്ഷെ അങ്ങനെ ആയിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ. അടിമനെയും കൊല്ലും, അടിമയുടെ യജമാനെയും കൊല്ലും. മൂന്നാമത്തെ ഉദാഹരണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഉദാഹരണം പറയുന്നത്. മൂന്നാമത്തെ ഉദാഹരണം, ഒരു സ്ത്രീയാണ് ഘാതകിയെങ്കിൽ, ഒരു സ്ത്രീയാണ് ഒരാളെ കൊന്നതെങ്കിൽ ആ സ്ത്രീയെയാണ് യഥാർത്ഥത്തിൽ കൊല്ലേണ്ടത്. പക്ഷേ ജാഹിലിയ കാലഘട്ടത്തിൽ ചെയ്തിരുന്നത് അവളുടെ ഭർത്താവിനെയോ ആ സ്ത്രീയുടെ ബന്ധത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പുരുഷനെയോ കൊലപ്പെടുത്തുന്ന ഒരു സമ്പ്രദായം പണ്ട് കാലത്തുണ്ടായിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ശക്തിയും കയ്യൂക്കും തറവാടിത്വവും മഹിമയും കുടുംബ പാരമ്പര്യവും ഒക്കെ ഉള്ള ആളുകളാണ് ഇവിടെ ഒരു വലിയ ആളുകളായിട്ട് പണ്ട് കാലത്ത് നേതാക്കന്മാരായി വാണിരുന്നത്. അവര് പറയുന്നതാണ് നീതി, അവര് പറയുന്നതാണ് ആ രാജ്യത്ത് നടപ്പിലാക്കേണ്ടത്. അവർക്ക് താഴെയുള്ള ആര് എന്ത് ചെയ്താലും അവർക്ക് നീതി നിഷേധിക്കപ്പെടുക, ഈ മുതലാളിമാർക്കും വലിയ വലിയ ആളുകൾക്കും നീതിയേക്കാളൊക്കെ ഉപരിയായിട്ടുള്ള അവരുടേതായ വാദങ്ങൾ നിർത്തിക്കൊണ്ട് അവരെ സംരക്ഷിക്കുന്ന ഒരു രീതി പണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താക്കി? അതിനെ പറ്റേ നിരാകരിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വിദാഇന്റെ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഒരടിമ ഒരു അറബിയേക്കാൾ അനർബിക്കോ ഒരനർബിക്ക് അറബിയേക്കാളോ യാതൊരു വിലയും സ്ഥാനവുമില്ല. ഇല്ല ബി തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. ആർക്കാണോ തഖ്വ ജീവിതത്തിൽ പാലിക്കുവാൻ സാധിക്കുന്നത്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ അടുക്കൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മാന്യൻ എന്ന് പറഞ്ഞാൽ അത്ഖാക്കും, നിങ്ങളിൽ സൂക്ഷ്മത പാലിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവിടെ ഇസ്ലാം യഥാർത്ഥത്തില് ഒരു മാറ്റം ഉണ്ടാക്കിയത് ജാഹിലിയ കാലഘട്ടത്തന്നുണ്ടായിരുന്ന ഈ ഗോത്ര മഹിമയും തറവാട്ടി മഹിമയും കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിലയിലുള്ള ആ ഒരു കാഴ്ചപ്പാട് മാറ്റിയിട്ട് തുല്യമായ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അത് ഇസ്ലാമിക ഗവൺമെന്റ്
അതിന് പകരമായിട്ട് ഇയാളെ കൊലപ്പെടുത്തുക, അല്ലെങ്കിൽ ഇയാളിൽ നിന്നോ ഇയാളുടെ കുടുംബത്തിൽ നിന്നോ പിന്നെ പ്രായശ്ചിത്തം വാങ്ങി ഇയാളിനെ ഒഴിവാക്കുക എന്നുള്ള നിലയിലുള്ള ചില സമ്പ്രദായം ഇസ്ലാം ആ വിഷയത്തിൽ ഒരു മാറ്റത്തിന് വിധേയമാക്കി എന്നുള്ളതാണ്. നിങ്ങൾ നോക്കിയ ഈ ആയത്തില് ഈ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ആയത്തിനെ പിന്നെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ നോക്കിയ ആ പറഞ്ഞൊരായത്ത് ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ ഫത്തിബാഉൻ ബിൽ മഅറൂഫി വ അദാഉൻ ഇലൈഹി എന്നാ പറയുന്നത്. ആർക്കെങ്കിലും തന്റെ സഹോദരനിൽ നിന്ന് വല്ലതും മാപ്പ് വ അദാഉൻ ഇലൈഹി ബി ഇഹ്സാൻ, ആർക്കെങ്കിലും തന്റെ സഹോദരനിൽ നിന്ന് വല്ലതും മാപ്പ് ചെയ്യപ്പെടുന്ന പക്ഷം അപ്പോൾ സദാചാര മര്യാദയെ പിൻപറ്റലും അതേപോലെ തന്നെ അവന് നല്ല നിലയിൽ കൊടുത്തു വീട്ടലുമാണ് വേണ്ടത്. എന്ന് പറഞ്ഞാല് ഒരാള് ഒരു വ്യക്തി ഒരു എ എന്ന വ്യക്തി ബി എന്ന ആളെ കൊന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് വേണം? എയെ കൊല്ലണം. അത് ഇസ്ലാമിക നീതിയാണത്. പക്ഷെ നല്ല ബിൽ മഅറൂഫ് സദാചാര പ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള പ്രായശ്ചിത്തം എ എന്ന വ്യക്തിയുടെ കുടുംബത്തിൽ നിന്ന് അവന്റെ കാര്യകർത്താവ് ബി എന്ന വ്യക്തിയുടെ കുടുംബത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ എ എന്ന വ്യക്തിക്ക് എന്ത് കൊടുക്കണം? മാപ്പ് കൊടുത്ത് നല്ല നിലയിൽ അത് പിരിച്ച് വിടുകയും ചെയ്യണം. അതോടുകൂടി ആ നഷ്ടം സംഭവിച്ച കുടുംബത്തിന് പിന്നെ ഇവൻ മാപ്പ് കൊടുക്കുകയും ഇവനിൽ നിന്ന് ഒരു പ്രായശ്ചിത്തം വാങ്ങി അവനെ വെറുതെ വിടുകയും ചെയ്യുന്ന സമ്പ്രദായം ഇസ്ലാം ഉണ്ടാക്കി. പക്ഷെ ജാഹിലിയ്യ കാലഘട്ടത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ആയത്തിലെ രണ്ട് മൂന്ന് കാര്യങ്ങൾ വേറെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഒരു കൊലപാതകം സംഭവിച്ചത് കൊണ്ട് ഒരാളെ കൊന്നു, അങ്ങനെ സംഭവിച്ചത് കൊണ്ട് ഇരു കൂട്ടരും തമ്മിലുള്ള ഇസ്ലാമിക സാഹോദര്യ ബന്ധം ഒരിക്കലും മുറിഞ്ഞു പോകുന്നില്ല. ഇപ്പൊ എ എന്ന വ്യക്തി ബി എന്ന വ്യക്തിയെ കൊന്നു, അതോടുകൂടി ഇവർ തമ്മിലുള്ള ഇസ്ലാമിക ആ സാഹോദര്യ ബന്ധവും സ്നേഹവും എന്താവുന്നില്ല, അത് അങ്ങോട്ടേക്ക് പറ്റേ മുറിഞ്ഞു പോകുന്നില്ല. അതാണ് അവന്റെ സഹോദരനിൽ നിന്ന് വല്ലതും മാപ്പ് ചെയ്യപ്പെട്ടാൽ എന്ന വാക്ക് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ ആ കൊലപാതകത്തിലൂടെ നീ ഇസ്ലാമിന് പുറത്താണെങ്കിൽ നീ മറ്റവനാണെന്നുള്ള നിലയിലല്ല, മറിച്ച് അവരങ്ങനെ സംഭവിച്ചാൽ തന്നെയും എന്തെങ്കിലും വാങ്ങി മാപ്പ് കൊടുത്ത് വിട്ടാൽ തന്നെയും ഇവർ തമ്മിലുള്ള ഇസ്ലാമിക സാഹോദര്യ ബന്ധത്തിന് യാതൊരുവിധ കോട്ടവും സംഭവിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തേത്, കൊല്ലപ്പെട്ടവന്റെ ഭാഗത്തുള്ള കൊല്ലപ്പെട്ടവൻ എ എന്ന വ്യക്തി ബിയെ കൊന്നു. അപ്പോ കൊല്ലപ്പെട്ടവൻ ആരാണ്? ബി ആണ്. അവന്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, അപ്പൊ ബിയുടെ കുടുംബത്തിൽപ്പെട്ട അവരുടെ കുടുംബക്കാര് കൈകാര്യം ചെയ്യുന്ന ആളുകള് അവര് ചിലരെങ്കിലും, എല്ലാവരുമല്ല, കൊല്ലപ്പെട്ട വ്യക്തിയുടെ വീട്ടിലെ ചിലരെങ്കിലും പ്രതിക്കൊല നടത്തുന്നതിൽ ഇളവ് നൽകുന്ന പക്ഷം, അപ്പോ ബിയുടെ കുടുംബക്കാര് സ്വാഭാവികമായിട്ടും ഏനെ കൊല്ലണം. പക്ഷെ എന്താക്കി? ഇവരെ കൊല്ലാതെ പ്രതിക്കൊല നടത്താതെ എന്താക്കി? അവന് ഇളവ് കൊടുക്കുന്ന പക്ഷം ഘാതകനെ പകരം കൊല ചെയ്യാൻ പാടില്ല. ആ ബി എന്ന കുടുംബം ഈ എ എന്ന വ്യക്തിക്ക് മാപ്പ് കൊടുത്തു, ശരി, പ്രതിക്രിയ വേണ്ട, നിങ്ങളെ അതിന് പേര് ഞങ്ങൾ ഒരു ശിക്ഷാ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ബിയുടെ കുടുംബക്കാര് എയുടെ കുടുംബക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ പകരം എന്താക്കാൻ പാടില്ല? ഈ വ്യക്തിയെ കൊല ചെയ്യാൻ പാടില്ല. ഞാനിത് നിർത്തി പറയാൻ കാരണം നമ്മൾ അങ്ങനെ തന്നെ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഈ ആയത്തില് ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി, വല്ലതും മാപ്പ് ചെയ്യപ്പെട്ടാൽ എന്നതുകൊണ്ട് ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തേത്, പ്രതിക്കൊലയിൽ നിന്നും എ എന്ന വ്യക്തി ബി എന്ന വ്യക്തിയെ കൊന്നു, അപ്പൊ പ്രതിക്കൊലയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടാൽ പിന്നെ സദാചാര മര്യാദ പിൻപറ്റലും അവന് നല്ല നിലയിൽ കൊടുത്തു തീർക്കലുമാണ് വേണ്ടത്. അപ്പോ ബി എന്ന വ്യക്തി എന്താക്കി? മാപ്പ് കൊടുത്തു. ഈ ബി എന്ന വ്യക്തിക്ക് എ എന്ന വ്യക്തിയുടെ കുടുംബക്കാര് പിന്നെ സദാചാര പ്രകാരം നല്ലൊരു പ്രായശ്ചിത്തം നൽകി മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തു? ആ വിഷയം അതോടുകൂടി അവസാനിച്ചു. ഒന്നും കൂടി വിശദീകരിച്ചു പറഞ്ഞാല് സദാചാര മുറപ്രകാരമുള്ള നഷ്ടപരിഹാരം പ്രായശ്ചിത്തം ഘാതകന്റെ പക്ഷത്ത് നിന്ന് വധിക്കപ്പെട്ടവന്റെ അവകാശികൾക്ക് കൊടുത്തു തീർക്കണം. അതില് ഒരു വീഴ്ചയോ ഒരു തർക്കമോ പാടില്ല. അങ്ങനെ കൊടുത്തു വീട്ടിക്കഴിഞ്ഞാൽ ആ വിഷയം അവിടെ അവസാനിക്കുകയും എന്നാലും ഇവർക്കിടയിലുള്ള സാഹോദര്യ ബന്ധത്തിന് ഒരു കോട്ടവും സംഭവിക്കുകയും ചെയ്യുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇസ്ലാം എത്രമാത്രം മാറ്റമാണ് ഈ വിഷയത്തിൽ ഉണ്ടാക്കിയത്. ഇവിടെ നീതി ഉണ്ടായി, ഇസ്ലാമിക സാഹോദര്യ ബന്ധത്തിന് കോട്ടം സംഭവിക്കുന്നില്ല.
അവർക്കിടയിൽ തർക്കമുണ്ടാവുന്നില്ല, വാക്കേറ്റം ഉണ്ടാവുന്നില്ല, അതിന്റെ പേരിൽ ഒരു യുദ്ധം ഉണ്ടാവുന്നില്ല, ഒരു കൊലപാതകം ഉണ്ടാവുന്നില്ല. വളരെ ഈസിയാണ്. ഒരാളെ കൊന്നാൽ ഗവൺമെന്റിന് എന്ത് ചെയ്യാം? ഈ കൊന്ന വ്യക്തിയെ കൊല്ലാനുള്ള അവകാശം ഇസ്ലാമിക ഗവൺമെന്റിനുണ്ട്. അതേപോലെ തന്നെ ഒരാളെ കൊലപ്പെടുത്തി, ആ കൊല ചെയ്യപ്പെട്ട കുടുംബത്തിന് ഈ കൊലയാളിക്ക് മാപ്പ് കൊടുക്കാനുള്ള അവകാശം ഇസ്ലാം വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രായശ്ചിത്തം കൊലയാളിൽ നിന്ന് വാങ്ങിയിട്ട് അവര് മാപ്പ് നൽകാനുള്ള സംവിധാനം ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞു തരുന്നത് 2 പോയിന്റാണ്. ഒന്ന്, ഇസ്ലാം എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ ദീനാണ്, അള്ളാഹുവിന്റെ മതമാണ്. ഇന്ന ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം. തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ അടുക്കൽ ദീൻ എന്ന് പറയുന്നത് അത് ഇസ്ലാം മതമാണ്. ഇസ്ലാം മതം എന്ന് പറയുന്നത് യഥാർത്ഥത്തില് എല്ലാ കാലത്തും ആപ്റ്റാണ്. ഇത് സംഭവിക്കുന്നത്, ഈ ആയത്ത് ഇറങ്ങുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്, അല്ലെ? ഇനിയും അത് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വരെ ഒരു ഇസ്ലാമിക ഗവൺമെന്റ് നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് ഈ തരത്തിലുള്ള നിയമങ്ങളാണ് നടപ്പിലാക്കേണ്ടതെന്നാണ് ഈ ആയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ അതുമായി ബന്ധപ്പെട്ട് വേറെ ചില കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ അൽ മാഇദയിലെ അൽ മാഇദ 32-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല നാസ ജമീഅ. മറ്റൊരാളെ കൊന്നതിന് പകരമായിട്ടോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിലോ അല്ലാതെ വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവനും കൊലപ്പെടുത്തിയതിന് തുല്യമാണ്. നോക്ക് നിങ്ങൾ, മറ്റൊരാളെ കൊന്നതിന് പകരമല്ലാതെ, ഒരാളെ കൊന്നാൽ പകരം എന്ത് ചെയ്യാം? കൊല ചെയ്യാം. അപ്പൊ അങ്ങനെയല്ലാതെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിലോ അല്ലാതെ വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ, അപ്പൊ അനാവശ്യമായിട്ട് ഒരു കാരണവുമില്ലാതെ ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവനും കൊലപ്പെടുത്തിയതിന് തുല്യമാണ്. അപ്പോ കൊല ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്ന ഒരു വിഷയമല്ല എന്നാണ് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2-ാമത്തെ ആയത്ത് സൂറ അൻആമിലെ 151-ാമത്തെ ആയത്തിൽ കാണാം, വലാ തഖ്തുലു നഫ്സൽ ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അള്ളാഹു പരിപാവനമാക്കിയ ജീവനെ ന്യായപ്രകാരമില്ലാതെ നിങ്ങൾ ഹനിച്ചു കളയാൻ പാടില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യന്റെയും ആത്മാവിന്, നഫ്സിന് അവന് ഒരു പവിത്രത നൽകിയിട്ടുണ്ട്. അങ്ങനെ പവിത്രമാക്കപ്പെട്ട ഒരാളുടെ നഫ്സിനെ, ആത്മാവിനെ, ദേഹത്തെ ന്യായപ്രകാരമല്ലാതെ എന്താക്കാൻ പാടില്ല? നിങ്ങൾ ഹനിച്ചു കളയാൻ പാടില്ല. ന്യായപ്രകാരം എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞു, ഒരാളെ കൊന്നാൽ എന്ത് ചെയ്യാം? ഇയാളിനെ ഇസ്ലാമിക ഗവൺമെന്റിന് ശിക്ഷക്ക് വിധേയമാക്കാം, ഇയാളിനെ എന്ത് ചെയ്യാം? കൊലപ്പെടുത്താം. അത് ന്യായപ്രകാരമാണ്. അല്ലാതെ ഒരാളെ കൊല ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം നമുക്ക് 7 മഹാപാപങ്ങളെ വിശദീകരിച്ചപ്പോൾ അതിൽ 3-ാമതായി എണ്ണി പറഞ്ഞത് കൊലപാതകമാണ്. അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നമുക്ക്, ഇജ്തനിബൂ സബഅൽ മുബിഖാത്ത്. അബൂ ഹുറൈറയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസാണ്. നിങ്ങൾ 7 മഹാപാപങ്ങളെ ഉപേക്ഷിക്കുക. ഖാലു യാ റസൂലല്ലാഹ് വമാ ഹുന്ന. എന്തൊക്കെയാണ് പ്രവാചക 7 മഹാപാപങ്ങൾ? അശ്ശിർക്കു ബില്ലാഹി, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. വസ്സിഹ്ർ, മാരണമാണ്. വഖത്ലുൻ നഫ്സ്, കൊലപാതകമാണ്. അല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, ന്യായമായല്ലാതെ ഒരാളെ കൊലപ്പെടുത്തുക, അത് മഹാപാപമാണ്. വാക്കുലു റിബ, പലിശ ഭുജിക്കല്. വാക്കുലു മാൽ യതീം, യതീമിന്റെ സ്വത്ത് ഭുജിക്കല്. വതവല്ലി യൗമൽ സഹ്ഫ്, യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടല്. വഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്തി, പതിവ്രതയായ സ്ത്രീകളെ സംബന്ധിച്ച് അപവാദം സമൂഹത്തിൽ പറഞ്ഞു പരത്തൽ. ഇതൊക്കെ മഹാപാപമാണ്. ആ മഹാപാപത്തിന്റെ കൂട്ടത്തിലാണ് സത്യത്തില് അന്യായമായിട്ടുള്ള കൊലപാതകത്തെ അള്ളാഹുവിന്റെ ദീൻ എണ്ണിയിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, മറ്റൊരാളെ കൊന്നതിന് പകരമായിട്ടോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിലോ അല്ലാതെയുള്ള കൊലപാതകങ്ങളെല്ലാം എന്താണത്? അത് അന്യായമാണെന്നാണ് അള്ളാഹുവിന്റെ ദീൻ ഇവിടെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറ മാഇദ 45-ാമത്തെ ആയത്ത് നമുക്ക് വായിക്കാൻ സാധിക്കും, വകതബ്നാ അലൈഹിം ഫീഹാ അന്നൻ നഫ്സ ബിന്നഫ്സി വൽ ഐന ബിൽ ഐനി വൽ അൻഫ ബിൽ അൻഫി വൽ ഉദ്ന ബിൽ ഉദ്നി വസ്സിന്ന ബിസ്സിന്നി വൽ ജുറുഹി ഖിസാസുൻ
ഫമൻ തസദ്ദഖ ബിഹി ഫഹുവ കഫാറത്തുൻ ലഹു വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ ളാലിമൂൻ. ജീവന് ജീവൻ, ഒരാളെ കൊന്നാൽ പകരം കൊല്ലാം. കണ്ണിന് കണ്ണ്, കണ്ണാണ് കുത്തിപ്പൊട്ടിച്ചെങ്കിൽ തിരിച്ച് ഇവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കാം. മൂക്കിന് മൂക്ക്, ചെവിക്ക് ചെവി, പല്ലിന് പല്ല്, മുറിവുകൾക്ക് തുല്യമായ പ്രതിക്രിയ. എന്താണോ അതിനെതിരായിട്ട്, അതിന് തത്തുല്യമായിട്ടുള്ള പ്രതിക്രിയ, അത് തൗറാത്തിൽ, മൂസാ നബി ഇസ്ലാമിന്റെ ഗ്രന്ഥം, മൂസാ നബി ഇസ്ലാമിന് നൽകപ്പെട്ട തൗറാത്തിൽ അവർക്ക് നിയമമായി വെച്ചിട്ടുള്ളത്, വല്ലവനും പ്രതിക്രിയ ചെയ്യാതെ മാപ്പ് നൽകുന്ന പക്ഷം, അപ്പയെ ബീനെ കൊന്നു, ബീക്കാർ എന്ത് ചെയ്തു, ഇവനിക്ക് മാപ്പ് നൽകി, എന്റെ കുടുംബത്തിന് മാപ്പ് നൽകി, എയെ പ്രതിക്രിയ ചെയ്തില്ല, പാപമോചനത്തിന് ഒതുങ്ങുന്ന പുണ്യകർമ്മമാവുന്നു. അങ്ങനെ മാപ്പ് നൽകൽ ഒരു പുണ്യകർമ്മമാവുന്നു. ആർ അള്ളാഹു അവതരിപ്പിച്ച അനുസരിച്ച് വിധിക്കുന്നില്ലയോ അവർ തന്നെയാവുന്നു അക്രമികൾ. വിശുദ്ധ ഖുർആൻ മാഇദയിലെ 45-ാമത്തെ ആയത്താണ്. ഇത്തരം ആയത്തുകളെല്ലാം വിശദീകരിച്ച സന്ദർഭത്തിൽ ഇമാം ഖുർത്തുബി റഹിമഹുല്ല അദ്ദേഹം തന്റെ തഫ്സീർ പറയുന്നത് എന്താ, ലാ ഖിലാഫ, അദ്ദേഹം പറയുന്നത് ഒരു സംശയവുമില്ല, ഒരു സംശയവുമില്ല, ലാ ഖിലാഫ അന്നൽ ഖിസാസ് ഫിൽ ഖത്ൽ ലാ യുഖീമുഹു ഇല്ലാ ഉലുൽ അംർ. ഈ പ്രതിക്രിയ നടത്തേണ്ടത് ആ നാട്ടിലെ ഭരണാധികാരിക്കാണ് അതിനുള്ള അവകാശമുള്ളത്. എന്ന് പറഞ്ഞാല് നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് ഒരാളെ കൊന്നു കഴിഞ്ഞാല് അതൊരു സമൂഹം ഏറ്റെടുത്തിട്ട് അയാളെ കൊലപ്പെടുത്തുക, അയാളെ ചോദ്യം ചെയ്യുക എന്നതല്ല ഒരു രീതി. മറിച്ച് ആ നാട്ടിലുള്ള ഗവൺമെന്റിനാണ്, ഭരണാധികാരിക്കാണ് പ്രതിക്രിയ നടത്താനുള്ള അവകാശം ഇസ്ലാം കൊടുത്തിട്ടുള്ളത്. അല്ലാതെ പരസ്പരം പ്രതിക്രിയ ചെയ്യാൻ മറ്റൊരാൾ ഇയാൾ അങ്ങനെ ഈ കുടുംബവും അതുപോലെ കുടുംബക്കാരും ബന്ധുക്കളും അയൽവക്കക്കാരും ഒക്കെ ഇടപെട്ടിട്ട് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ഇസ്ലാം ഒരിക്കലും വകവെച്ച് കൊടുക്കുന്നില്ല. മറിച്ച് ഇസ്ലാമികമായ ഒരു ഗവൺമെന്റ് നിലവിലുണ്ടാവുന്ന സമയത്ത് ആ ഗവൺമെന്റാണ് യഥാർത്ഥത്തിൽ ഈ രൂപത്തിലുള്ള ഈ പ്രതിക്രിയ നടപടികളെല്ലാം സ്വീകരിക്കേണ്ടത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമ്മളൊക്കെ ഇസ്ലാമിനെ ഈ എതിർക്കുന്ന ആളുകൾ കാണുന്ന സന്ദർഭത്തില് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകും, എന്തൊരു ഭീകരമായ ഒരു അവസ്ഥയാണത്. ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അയാളുടെ പകരമായിട്ട് മറ്റൊരാളെ കൊലപ്പെടുത്തുക, അതൊക്കെ ഒരു ശരിയായ ഏർപ്പാടല്ലല്ലോ. അയാളോ കൊലപ്പെട്ടു പോയി, അയാൾക്ക് മാപ്പ് കൊടുത്താൽ പോരെ? അയാൾക്ക് ഈ കൊലയാളിയുടെ കുടുംബത്തിന് ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഒക്കെ ഉണ്ടല്ലോ, ഒന്ന് മാപ്പ് കൊടുത്താൽ പോലെ എന്നൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക ഗവൺമെന്റിനോടുള്ള ഒരു വെല്ലുവിളിയാണ്. എനിക്ക് എന്തു ചെയ്യാൻ പറ്റും? എന്നെ ആരും ചോദിക്കാനാണ്? ഞാനിവിടെ മദ്യം ഉണ്ടാക്കും, മയക്കുമരുന്നുണ്ടാക്കും, ഞാൻ പല പരിപാടികളും എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യും. എന്നെ ആരാണ് തടയാനുള്ളത്? എനിക്ക് ആരാണ് വിലങ്ങ് കൽപ്പിക്കാനുള്ളത്? എൻ്റെ ഇഷ്ടമാണത്, ഞാൻ സ്വതന്ത്രനാണത്, എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നൊരു ചിന്തയും ഒരു വിചാരവും ഒക്കെ നമ്മുടെയൊക്കെ നാട്ടില് പരന്നു കഴിഞ്ഞാല് നമ്മൾ ആലോചിച്ചു നോക്കിയേ, നമ്മുടെയൊക്കെ നാടിന്റെ അവസ്ഥ എന്തായിരിക്കും യഥാർത്ഥത്തില്. ഇപ്പോ നിങ്ങൾ ഈ അടുത്ത കാലത്തൊക്കെ നമ്മുടെ നാട്ടില് നടക്കുന്ന ഈ കൊലപാതകത്തെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെയൊക്കെ ഈ കമന്റ്സ് വായിച്ചാൽ നമുക്കത് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. ശരിയായ വിധത്തിലുള്ള ഒരു പ്രതിക്രിയ, ഒരു ശിക്ഷാ നടപടി നമ്മുടെയൊക്കെ നാട്ടിലില്ലാത്തതുകൊണ്ടാണ് സത്യത്തില് കൊലപാതകങ്ങളെല്ലാം കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇത് നാട്ടിൽ സമാധാനമില്ല, ഒരു സന്തോഷമില്ല, പേടിയാണ് ആളുകൾക്ക്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു അവസാന നാളാവുമ്പോൾ കൊലപാതകം വർദ്ധിക്കുമെന്നാണ്. എത്രത്തോളമാണ് അത്? കൊന്നവനിക്കും കൊല്ലപ്പെട്ടവനും അറിയില്ല. ഞാനിപ്പോ എന്തിനാ അവനെ കൊന്നതെന്ന് എനിക്കറിയില്ല, കൊല്ലപ്പെട്ടവനിക്കറിയില്ല എന്തിനാണ് ഇപ്പൊ അവൻ എന്നെ കൊന്നത്. അത്രയും നിസ്സാരമായ ഒരു കാര്യമായി മാറും അവസാന നാളാവുമ്പോൾ കൊലപാതകത്തിന്റെ ഒക്കെ വിഷയം. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. 5 രൂപ 10 രൂപയായിട്ട് കടയിൽ ചെന്നപ്പോൾ ചേഞ്ച് ചോദിച്ചപ്പോൾ ചേഞ്ച് ഇല്ല, ചേഞ്ച് കൊടുക്കാത്തതിന്റെ പേരിൽ എന്ത് ചെയ്യുക, ഇയാളെ കൊലപ്പെടുത്തുക. വളരെ നിസ്സാരമായി മാറിയിരിക്കുകയാണ് ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തും ഈ കൊലപാതകം. അതിനൊക്കെ കാരണം ശക്തമായ നിയമം ആ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ഇങ്ങനത്തെ നിയമങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ സൗദി അറേബ്യ സംബന്ധം ആലോചിച്ചൊക്കെ നമ്മൾ വളരെ കുറവാണ് ഇവിടെയൊക്കെ കൊലപാതകം നടക്കുന്നത്. അത് ഏതൊരു മോശമായ പ്രവർത്തനമാണെങ്കിലും വളരെ താരതമ്യം കുറവാണ്. കാരണം ഇവിടുത്തെ നിയമം അത്രയും ശക്തമായതുകൊണ്ടാണ്. അപ്പോൾ ഇസ്ലാമിക ഗവൺമെന്റ് നിയമം ശക്തമാക്കുന്നത് ആ ഗവൺമെന്റിന്റെ കീഴിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവിടെ ഒരു സ്വസ്ഥതയും സമാധാനവും ഒരു സെക്യൂരിറ്റി, ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു സുരക്ഷിതത്വം
അനുഭവിക്കുന്ന രാജ്യമായി മാറണം എന്നുള്ള ആ ഒരു വിചാരവും ആ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫ് ആൾക്ക് കിട്ടണമെന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇത്രമാത്രം ഈ നിയമങ്ങളെല്ലാം ശക്തമാക്കാൻ കാരണം. അത് ഗവൺമെന്റ് ശക്തമാക്കുന്നില്ല, മറിച്ച് അള്ളാഹുവിന്റെ ഖുർആനും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രൂപത്തിലുള്ള നിയമം ഉണ്ടാക്കിയത്. അതുകൊണ്ട് നമ്മൾ ഈ കൊലപാതകങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതൊരു മോശമായ പ്രതിക്രിയ, ഖിസാസ്, അതൊരു മോശമായ കാര്യമൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ലോകത്ത് നീതിയും സമത്വവും സ്നേഹവും ഒക്കെ നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊന്നും സമാധാനത്തോടു കൂടി നമ്മുടെ മക്കൾക്ക് ജീവിക്കാൻ കഴിയില്ല, നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയില്ല, നമ്മുടെ സ്ത്രീകൾക്ക് സഹോദരിമാർക്കൊന്നും വളരെ ഈസി ആയിട്ട് റോഡിലൂടെ നടക്കാൻ കഴിയില്ല, നമ്മുടെയൊക്കെ നിയമങ്ങൾ മോശമായാൽ. അപ്പോ ഒരിക്കലും ഇസ്ലാമിക നിയമങ്ങളെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. അതൊക്കെ നമുക്ക് ഹൈറാണ്, നമുക്കൊരു ബർക്കത്താണ്, അള്ളാഹുവിന്റെ നിയമമാണ്, അള്ളാഹുവിന്റെ ഇൽമിൽപ്പെട്ടതാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ തന്നെയും അവിടെയൊക്കെ മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ, വിശാലമാണ് ഇസ്ലാമിലെ മാപ്പ്, പ്രായശ്ചിത്തം കൊടുക്കാം, മാപ്പ് കൊടുക്കാം, അങ്ങനെയൊക്കെ അതിൽ നിന്ന് ഒരു മാറുകയും ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളുന്ന യഥാർത്ഥ ഭക്തന്മാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ പറഞ്ഞ ആയത്തിലെ അവസാനത്തെ ആയത്തിൽ പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് വലക്കും ഫിൽ ഖിസാസ് ഹയാത്തുൻ യാ ഉലുൽ അൽബാബ് എന്നാണ്, അല്ലെ? നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഈ പ്രതിക്രിയയിൽ എന്തുണ്ട്? ഒരു ജീവിതം ഉണ്ടായിരിക്കും. കാരണം ഈ പ്രതിക്രിയ ഇല്ലെങ്കിലോ ഒരു ജീവിതം ആർക്കും ഉണ്ടായിരിക്കില്ല. അപ്പൊ ഒരു ജീവിതം അതിലുണ്ട്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിച്ചേക്കാവുന്നതാണ്. അല്ലാഹു കാര്യങ്ങളെല്ലാം നമ്മൾ ഖുർആനിലൂടെ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന, അതനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, ഭക്തന്മാരിൽ നമ്മെ ഏവരെയും പഠിച്ചവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ളലംന അൻഫുസന വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.